രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിന്റർ അല്ലെങ്കിൽ മഞ്ഞുകാലം അതിന്റെ തനിമയോടെ നമുക്ക് ആസ്വദിക്കാനാവില്ല. പക്ഷെ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് താനും. എന്നാലും നമുക്കൊക്കെ ഒരു ഇളം തണുപ്പൊക്കെ ഉണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ. ഏതായാലും ശരീരത്തിന് സുഖകരമായ ഒരു ചൂട് തരുന്ന ആഹാരം കഴിച്ച് മൂടിപ്പൊതച്ചിരിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഏറെ സുഖകരം തന്നെയാണ് അതല്ലേ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്താ തോന്നുക, ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി ഒക്കെ കുടിക്കാം അല്ലേ? അല്ലെങ്കിൽ സൂപ്പ് പോലെയുള്ളവ കഴിക്കാം. എന്നാലും മഞ്ഞുകാലത്ത് തണുപ്പ് പ്രദേശങ്ങളിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഷോർബെ. മാംസവും പച്ചക്കറികളും പലതരം സുഗന്ധവ്യഞ്ജനങ്ങളും ഇലകളും ഒക്കെ ഇട്ട് തയ്യാറാക്കുന്ന ഒരു കൂട്ട്. ഇത് തനിയെയും അതല്ല അതിൻ്റെ കൂടെ ബ്രെഡ്, പുലാവ്, ബിരിയാണി ഒക്കെ ചേർത്തും കഴിക്കും. കുറേ സമയമെടുത്ത് സാവധാനം തയ്യാറാക്കുന്ന ഒരു സൂപ്പ് അല്ലെങ്കിൽ ബ്രോത്ത്, അതാണ് ഇത്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. ഒരു സവാള, ഒരു അരക്കപ്പോളം മല്ലിയില അങ്ങനെയൊക്കെ എടുത്താൽ മതി കേട്ടോ. പുതിനയില, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു സ്പൂൺ ജീരകം, പെരുംജീരകം ഇഷ്ടമുള്ളവർക്ക് അതും ആവാം, 10-12 കുരുമുളക്, എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു പച്ച കളറിലുള്ള ഒരു മിക്സ് നമുക്ക് കിട്ടും. ഒരു 1/2 കിലോ ചിക്കൻ എല്ലോട് കൂടി കഷ്ണങ്ങളാക്കിയത്. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഒരു അരമുറി സവോളയും അരിഞ്ഞിടുക. ഇനി കുറച്ച് മഞ്ഞളും 2 പച്ചമുളകും, ഇഷ്ടമെങ്കിൽ 1-2 സെലറി തണ്ടും. സെലറി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നൽകുന്ന ഒരു ഹെർബിന്റെ തണ്ടാണ് കേട്ടോ. അതിട്ട് വഴറ്റുക. ഒപ്പം നമ്മൾ നേരത്തെ അരച്ചതും ചേർക്കുക. ഉപ്പ് ചേർക്കണം. പിന്നെ നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ആണല്ലോ പറഞ്ഞത്, ഒരു 3-3.5 കപ്പ് വെള്ളവും ഒഴിക്കണം. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ വളരെ നീട്ടിയാണ് ഇതുണ്ടാക്കുക. സാധാരണ സൂപ്പൊക്കെ നമുക്കൊരു പരുവത്തിൽ കുറുക്കിയാണല്ലോ വരുന്നത്. ഇതല്ല, നല്ല വാട്ടറി ആയിട്ട് നമ്മൾ നീട്ടിയെടുക്കും. ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുറേ സമയം എടുത്തൊരു 30-40 മിനിറ്റ് കൊണ്ട് അടുപ്പിൽ വെച്ച് പതുക്കെ പാകപ്പെടുത്തി എടുക്കുകയും ചെയ്യാം. പ്രഷർ കുക്കറിലെടുത്താണെങ്കിൽ തന്നെ അതിൻ്റെ ആവി പോയിട്ട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നതാണ് നല്ലത്. അതല്ലാതെ നമ്മൾ അതിൻ്റെ ആവിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളത്തിനടിയിലൊക്കെ വെച്ച് കളഞ്ഞ് ഉപയോഗിക്കുന്നത് ചെയ്യരുത്. ഒരു സ്ലോ ആയിട്ടുള്ള കുക്കിംഗ്, അതാണ് ഇതിനാവശ്യം. അങ്ങനെ പാകപ്പെടുത്തിയെടുത്താണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതിനൊപ്പം നമുക്ക് പച്ചക്കറിയും ചേർക്കാം. ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ക്യാരറ്റ് തുടങ്ങിയവ. പക്ഷെ ചേർക്കുമ്പോൾ നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ടല്ല ചേർക്കേണ്ടത്, നല്ല വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇടണം. എങ്കിലും ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് അതൊന്ന് മിക്സായി പോകാതെ ഇരിക്കുകയുള്ളൂ. അതായത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമല്ലോ ഇതിൻ്റെ ഒരു സത്ത് എന്ന് പറയുന്നത്. പിന്നെ അവസാനം കുറച്ച് നാരങ്ങ നീരും ഒഴിച്ച് സെർവ് ചെയ്യാം. ഇതിൻ്റെ കഷ്ണങ്ങൾ മാറ്റിയിട്ട് നമുക്ക് ആ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് വല്ല സ്റ്റഫ് ചെയ്ത സാധനങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. കഷ്ണങ്ങൾ ചേർത്ത് നമുക്ക് കൊടുക്കാം, പക്ഷെ അല്ലാതെയും സെർവ് ചെയ്യാം. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യുക. എന്തായാലും ചിക്കൻ ഷോർബ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. നല്ല രുചികരമായതാണ്, ഭയങ്കര ഹെൽത്തിയാണ്, വേഗം ദഹിക്കും, അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ശരീരത്തിന് നല്ലതാണ്. ഒരു വാംത്ത് തരുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.